ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് റഫ് ആൻഡ് എഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. അത് നമ്മൾ ടെക്സ്റ്റിന് കൊടുക്കുന്ന എഫക്റ്റ് ആണ്. അതിന് തന്നെ ഇന്നും ഔട്ടും നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അതായത് ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും രണ്ടും നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഞാൻ നിലവിൽ ഇവിടെ ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കോമ്പോസിഷനിലേക്ക് എന്ത് ചെയ്യാണ്, ടൈപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാണ്. ഞാൻ നിലവിൽ ജസ്റ്റ് നോർമൽ ടെക്സ്റ്റ് എന്ന് തന്നെ കൊടുക്കുകയാണ്. ടെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ സൈസ് ഒന്ന് ഞാൻ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതിനൊന്ന് ഏകദേശം സെൻറ്ററിലേക്ക് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് റഫ് ആൻഡ് എഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതിനായിട്ട് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഫക്ട്സ് കൊണ്ടുവരണം. ഞാൻ ജസ്റ്റ് വിൻഡോയിൽ പോവാണ്. വിൻഡോയിൽ പോയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാട്ടോ. ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നോർമൽ രൂപത്തിൽ നമ്മൾ മുന്നേ പഠിച്ച രൂപത്തിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. പല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ നിലവിൽ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അത് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, റഫ് ആൻഡ് എഡ്ജസ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, റഫ് എന്നുള്ളത് കൊടുക്കുമ്പോൾ തന്നെ റഫ് ആൻഡ് എഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ നേരെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് നമ്മൾ ഇതിൽ കൊണ്ടിടുകയാണ്. അപ്പോൾ ഇതിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു പാനൽ, എഫക്ട്സ് കൺട്രോൾ പാനൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതുപോലെ ഈ ടെക്സ്റ്റിന്റെ മുകളിൽ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ എഡ്ജസ് ഒക്കെ ഒരു റഫായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കുറച്ച് ആനിമേഷൻസ് കൊണ്ടുവന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വരുന്നുണ്ട്. ബോർഡർ വരുന്നുണ്ട്, എഡ്ജ് ഷാർപ്നെസ് വരുന്നുണ്ട്, പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിലവിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ബോർഡർ ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ ആദ്യം. അപ്പോൾ ബോർഡറിനായിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മളൊരു ബോർഡറിൻ്റെ ഒരു കീ ഫ്രെയിം ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആദ്യം ജസ്റ്റ് ഇതൊന്ന് കുറച്ചും കൂട്ടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ബോർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ടോട്ടലി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഞാൻ ഏകദേശം ഇത് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോർഡർ മാക്സിമം കൂട്ടി കൊടുത്തിട്ട് ഞാൻ ഈ ഒരു രൂപത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കീ ഫ്രെയിം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ആ സംഭവം വന്നിട്ടില്ല. അപ്പം പക്ഷേ ഇവിടെ എഫക്റ്റ് ആയിട്ടുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കീബോർഡിലുള്ള യു ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ കീ ഫ്രെയിമുകൾ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് യു ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ യു ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടോ, ആ ഒരു കീ ഫ്രെയിം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇവിടെ ആയിട്ട് ഒരു സെൻട്രലായിട്ട് കൊണ്ടുവച്ചിട്ട് ഏകദേശം ഞാൻ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ അതിനെ 0യിലേക്ക് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ 0 ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിങ്ങനെ സ്ലോലി ഇന്നായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എഫക്റ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എഡ്ജസിന്റെ ഷാർപ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓരോ സാധനങ്ങളും ആനിമേറ്റ് ചെയ്ത് നോക്കി തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു ഫെയ്ഡ് ഔട്ട് കൊടുക്കണം. ഫെയ്ഡ് ഔട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം തന്നെ നമ്മൾ അവസാനത്തേക്ക് കൊടുക്കുക. അതിനാണ് നമുക്ക് ഇതിന് ശേഷം, അതായത് ഇത് ടോട്ടൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു ടൈം ലൈന് കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു കീ ഫ്രെയിം അവിടെ ആഡ് ചെയ്യുക. ആ കീ ഫ്രെയിം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യാം, നമ്മൾ ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇതിനെ കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അത് എന്ത് ചെയ്യാണ്, പഴയ രൂപത്തിൽ ഇങ്ങനെ മാക്സിമം ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, മാക്സിമം ഒരു 100ലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 100. ഓക്കെ, ഈ രൂപത്തിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം ഇത് സ്ലോലി ക്രിയേറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ക്രിയേറ്റ് ആയതിനു ശേഷം ഇത് സ്ലോലി ഇങ്ങനെ ഫെയ്ഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് റഫ് ആൻഡ് എഡ്ജസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു പ്രീ പ്രൊജക്റ്റ് വർക്കാണ്. ഇതുപോലെ കുറച്ച് തോന്നെ വർക്കുകൾ നിങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് വ്യത്യസ്ത ഏരിയകൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ടൂൾസ് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. യൂട്യൂബിൽ തന്നെ നമുക്ക് ഒരുപാട് പല പ്രൊജക്റ്റുകൾ കിട്ടാനുണ്ട്. അതൊക്കെ റീക്രിയേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു സ്കില്ലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.